വയ്യാണ്ട് വീണു. പക്ഷെ അവർ വളരെ ഭംഗിയായിട്ട് കളിച്ചായിരുന്നു, നല്ല ഭംഗിയായിട്ട് കളിച്ചായിരുന്നു. അപ്പോൾ ആ കുട്ടി വീണപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. അത്ര ഭംഗിയായിട്ട് കളിച്ചു വന്നപ്പോഴാണ് ആ കുട്ടി വീഴുന്നത്. അപ്പം പ്രൈസ് അനൗൺസ് ചെയ്യാം. തേർഡ് പ്രൈസ് കോഡ് നമ്പർ 4. സ്വാഭാവികമായിട്ടും ഇവിടെ കണ്ട എല്ലാവരെയും അത്രയും കോരിത്തെരിപ്പിച്ച പെർഫോമൻസ് ആയിരുന്നു അവരുടേത്. അത് ഇവിടെ കളിച്ച ബാക്കി എല്ലാ കുട്ടികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് തന്നെ നിന്നൊരു കളിയാണ് അവരുടേത്. കോഡ് നമ്പർ 1 അസ്ത്ര ഞാറയ്ക്കൽ. എനിക്ക് അത്ഭുതപ്പെട്ടു, എങ്ങനെയാണ് ഇത്ര എനർജി നിങ്ങൾ കളിക്കുന്നത്. ഒരു രക്ഷയില്ല, എല്ലാ കുറുമ്പികളും കുടുംബന്മാരുടെ ഒരു എനർജി. ഞാൻ ഇന്നലെ വോളിബോൾ കളിക്കാൻ പോയപ്പോ തന്നെ ജസ്റ്റ് ഒന്ന് ആകെ വയ്യാണ്ടായി. 5 മിനിറ്റ് കളിച്ചപ്പോ 15 മിനിറ്റ് പവർഫുൾ. എന്താ പറയാ, ഒരു രക്ഷയില്ല. നിങ്ങളുടെ ഈ കളിയോട് കൊടുക്കുന്ന ഈ കമ്മിറ്റ്മെന്റിനും പിന്നെന്താ പറയാ, നിങ്ങൾ കൊടുക്കുന്ന ഹാർഡ് വർക്കിനും നിങ്ങളുടെ എനർജിക്കും വലിയൊരു അഭിനന്ദനങ്ങൾ. അതുമാത്രമല്ല, ഈ ഒരു കല വീരനാട്യം എനിക്ക് കാണാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസരം നമ്മുടെ കാട്ടൂരുകാർക്കും ഒരുക്കി കൊടുത്ത കാട്ടൂർ സർവീസ് സഹകരണ ബാങ്കിനും വലിയൊരു നന്ദി. അതുപോലെ തന്നെ അരിയൽ മത്സരിച്ച എല്ലാ കുട്ടികൾക്കും വലിയൊരു കയ്യടി കൊടുക്കട്ടോ. ഒരു രക്ഷയില്ല, എനർജി എന്ന് പറയുന്നതാണ് എനർജി. അതുപോലെ തന്നെ എനിക്ക് സന്തോഷമായിട്ടുള്ളത് യൂട്യൂബേഴ്സ് കേട്ടോ. ഇഷ്ടംപോലെ യൂട്യൂബേഴ്സാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഞാനൊക്കെ പണ്ട് യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിക്ഷണറികൾ ഇങ്ങനെ കൂട്ടി വെക്കും. എന്നിട്ട് അതിൻ്റെ മേലാണ് ഫോൺ വെക്കാം. ഇതേപോലെ സ്റ്റാൻഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ക്ലാസ്സിന് പോകുമ്പോൾ ഏതെങ്കിലും മാളുകളിൽ പോയിട്ട് കുറച്ച് നല്ല ബാക്ക്ഗ്രൗണ്ട് വേണമല്ലോ. അപ്പോൾ എവിടെയെങ്കിലും ഒരു ചെമ്മരിൻ്റെ മുന്നിൽ ഫോൺ വെക്കും. എന്നിട്ടാണ് വീഡിയോ ചെയ്ത് വന്നത്. അപ്പോൾ നിർത്തരുത്, ഒരിക്കലും നിങ്ങൾ വീഡിയോ നിർത്തരുത്. കൺസിസ്റ്റൻസി ആയി വീഡിയോ ചെയ്യാം. 1.5 വർഷം ഞാൻ ഒരു ദിവസം പോലും മുടങ്ങാതെ 4 വീഡിയോ ഇട്ടിട്ടാണ് ഇന്ന് 22 ലക്ഷം ഫോളോവേഴ്സാണ് 1.5 വർഷം ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഒരു കല ലോകം മുഴുവൻ എത്തിക്കാൻ നിങ്ങളെടുത്ത കമ്മിറ്റ്മെന്റിന് വലിയൊരു കൈയടി വേണം കേട്ടോ. അപ്പോൾ ഈ മത്സരത്തിൽ വിജയിച്ചവർക്കും 1-2 മാർക്കുകൾക്ക് പിന്നിലായവർക്കും ഇനിയുമുള്ള അവസരങ്ങൾ വലിയ അവസരങ്ങളാവട്ടെ. അപ്പോൾ എല്ലാ മിടുക്കികൾക്കും മിടുക്കന്മാർക്കും വലിയൊരു അഭിനന്ദനങ്ങൾ നൽകിക്കൊണ്ട് എല്ലാം അത്യാവശ്യമാവട്ടെ.